ആൺകൊച്ചിനെ കിട്ടിയാ മതിയായിരുന്നല്ലേ നാത്തനെ? അതാവുമ്പോഴേ അവന്റെ ഓട്ടവും ചാട്ടവും കുസൃതിയൊക്കെ കാണാൻ എന്ത് രസമായിരിക്കും. പക്ഷെ എനിക്ക് പെങ്കൊച്ചാണ് ഇഷ്ടം. കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് മുടിയൊക്കെ രണ്ട് സൈഡ് ഇങ്ങനെ പിന്നിട്ട്. പിന്നെ വരുമ്പോ തന്നെ മുടി ഇത്ര ഇങ്ങനെ ഇരിക്കാ. അല്ല ഉള്ളത് പിന്നീടാലോ നമുക്ക്. ഞാനേ കൊറേ താരാട്ട് പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. എന്തിന്? കൊച്ചിന് ഉറക്കൊക്കെ വേണ്ടേ? നീ പഠിച്ചു വെച്ച പാടരുത്, കൊച്ചിറങ്ങി ഓടും. നല്ല കാഴ്ച, നല്ല കാഴ്ച. ഒന്ന് കുളിർക്ക ഒന്ന് കണ്ടോട്ടെ. കാലത്ത് അടിച്ചടിയാ. ഓ അയ്യോ, എന്തൊരു അതെ, കുടുംബ സംഗമമാണോ ഗൂഢാലോചനയാണോ ഈ പാവപ്പെട്ടനെ വെളിയിലാക്കാനുള്ള? അങ്ങോട്ട് ദാദാ വഴി ഞാൻ അങ്ങോട്ട് വരാം. ഇതെന്റെ അളിയൻ, എന്റെ അളിയൻ. പക്ഷേ അവന് ഞാനുമല്ല. അങ്ങനെ പറഞ്ഞു? ഇല്ലടേ, നമ്മളെ ഒന്നും വേണ്ടല്ലോ നിനക്കിപ്പോ. ഇല്ല, നിനക്കിപ്പോ ഉണ്ണിയല്ലേ വേണ്ട. ഉണ്ണി തുടങ്ങി. ഏതുണ്ണി? ഏതുണ്ണി? കുഞ്ഞുണ്ണി, കുഞ്ഞുണ്ണി, കുഞ്ഞുണ്ണി. അതിന്റെ ചിന്തയല്ലേ ഉള്ളൂ. നമ്മളതാ പറഞ്ഞിട്ടുണ്ട് രാവിലെ. ഓ, നമ്മക്കങ്ങനെ രാവിലെ രാത്രി ഒന്നും ഇല്ലല്ലയാ. കുറെ നാളായിട്ടൊരു കുഞ്ഞു കൊട്ടേഷൻ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരുന്നു. അതിന്ന് ചാലുവായി, അതിന്റെ ചില്ലറ കമ്മീഷൻ കിട്ടി, ഉള്ളോളം അടിച്ചു. ഓ അതെ, നിങ്ങളൊരു കുഞ്ഞിന്റെ പേരിൽ എന്നെ തല്ലിയ മനുഷ്യനാണ്. അതും എവിടെയോ കിടക്കണ എങ്ങാണ്ടോ ഉള്ള ആരെന്ന് പോലും അറിയാത്ത ഇവിടെ വരാത്ത കുഞ്ഞിന്റെ പേരിൽ എന്നെ തല്ലിയ ആളാ. ഒന്നും ക്ലീറ്റോ മറന്നിട്ടില്ല, നീ അത് മറക്കയില്ല. വിളിച്ചോണ്ട് പോയി പറ്റില്ല. അയ്യോ, ഒരു നൈശ്യ ബ്രഹ്മചാരി മാന്യൻ. എന്താടാ ബ്രഹ്മചാരി? എന്നെ കൊണ്ടൊന്നും പറയിപ്പില്ല, അമ്മാവനായിപ്പോയി. കൈ വിടറി, എന്നാരും പിടിയില്ല. അറിയാൻ നടക്കാട്ടാ. ഓ വെള്ളം കുടി, ഒന്നും പറയണ്ട. എന്നെ വിടറി മോളെ. ഒരു പാട്ട് ഞാൻ പറഞ്ഞത് കേട്ടാ. ഓലത്തുമ്പത്തിരുന്നു ഉയലാടും ചെല്ലപ്പൈങ്കിളി, ഊഞ്ഞാലിന്റെ കയറും പൊട്ടി മൂക്കൂത്തിന് താഴെ വീഴലിന്റെ പൈങ്കിളി. പോലെ ഞാൻ പാടറി. ഓലത്തുമ്പത്തിരുന്നു ഉയലാടും ചെല്ലപ്പൈങ്കിളി, എന്റെ